ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ. ഈ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നാക്ക് ചെറുതായിട്ട് വിളിക്കുന്നുണ്ട്. എനിവേ ആ വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഡ്രസ്സ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇടുന്ന എഫേർട്ട് എന്താണ്, തോട്ട് പ്രോസസ്സ് എന്താണ്, പ്രൊസീജിയർ എന്താണ്, അതിൻ്റെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു പക്ക സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ അല്ല കേട്ടോ, മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ BTS ഉണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കലേ മനസ്സിലേക്ക് വരുന്ന കുറേ കാര്യങ്ങൾ പറയാൻ തോന്നുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ പരാഗ് ഫാഷനാണ് ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തൃശ്ശൂർ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള പരാഗിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ്. റണ്ണിങ് മെറ്റീരിയലിൻ്റെ മാത്രം ഷോപ്പാണ് പരാഗ്. ഞാനതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്നാണ് മെറ്റീരിയൽ എടുത്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഈ ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്. ഞാനെപ്പോഴും മെറ്റീരിയൽ എടുക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ട് മെറ്റീരിയൽ എടുക്കാറുണ്ട്. അതായത് ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല എടുക്കാറുള്ളത്, അഡീഷണലായിട്ട് എടുക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 8 വയസ്സുള്ള കുട്ടിക്കാണ് ചെയ്യണത്. ഇത് ഞാൻ ഭയങ്കര സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെ ചെയ്യണ ഒരു ഡ്രസ്സും ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ബീഡ് വേണമായിരുന്നു. അപ്പോൾ അത് ഞാൻ തൃശ്ശൂർ കുനംപ്ലാക്കിൽ നിന്നുള്ള ഷോപ്പിൽ നിന്ന്, കണിക്കൊന്നയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കണിക്കൊന്നയുടെ മഞ്ഞ കളറിലുള്ള കട്ട് ബീഡും ഗ്രീൻ കളറിലുള്ള കട്ട് ബീഡൊക്കെ ഇവിടെ നിന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് പ്ലാൻ ചെയ്തു, അതിനായിട്ട് പോയിട്ട് അത് മാത്രം വാങ്ങിയിട്ട് വരിക, അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് കാണിക്കുമ്പോൾ അതിൻ്റെ മാത്രം കട്ട് എലമെൻറ്റ്സ് അത് കാണിക്കണമെന്നുള്ളൂ. നമ്മൾ പോയി വാങ്ങുമ്പോൾ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ മേടിക്കും. അപ്പോൾ ഈ ഡ്രസ്സിലേക്ക് എന്താണോ മേടിച്ചത് അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എഴുതുക, നമ്മുടെ പാറ്റേൺ വരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വരച്ചു, എനിക്ക് തൃപ്തിയില്ല. അത് കഴിഞ്ഞ് മെഷർമെൻറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമതൊന്ന് വരച്ചു, ഇത് നെക്ക് ഇങ്ങനെ കൊടുക്കുക, സ്കാലപ്പ് കൊടുക്കാമെന്ന് ചോദിച്ചു, അതിലെനിക്ക് തൃപ്തിയില്ല, ഞാൻ വീണ്ടും മാറ്റി. രണ്ടാമത് വരച്ച് ജസ്റ്റ് ഞാൻ കളർ ചെയ്തൊക്കെ നോക്കി എങ്ങനെ എവിടെ വരണം. അപ്പോൾ ഈ ഷോൾഡറിൽ നിന്ന് ഈ ഒരു ബഞ്ച് വരണത് അതൊരു ക്ലീഷേ ആയിട്ടുള്ളൊരു സാധനമായിട്ട് ഇപ്പോൾ മാറി. അപ്പോൾ ഞാൻ അത് ഒഴിവാക്കി കേട്ടോ. സംഗതി നമ്മുടെ ലൈനാണ്, പക്ഷേ അതിലെന്തെങ്കിലും ഡിഫറൻസ് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈനിങ് ആദ്യം ഞാൻ ഈ ഒരു പാറ്റേണാണ് പ്ലാൻ ചെയ്തത്. ഈ ഷോൾഡറിലെ ബഞ്ച് ഒഴിവാക്കാമെന്ന് ഡ്രോയിങ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ലൈനിങ്ങിൽ ഓൾറെഡി കട്ട് ചെയ്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു ഐഡിയ വന്നത്. ഞാൻ കുറേ പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഗൂഗിളൊക്കെ വിഷുവിൻ്റെ കുട്ടികളുടെ എയർലൈൻ ഫ്രോക്ക് എന്ന് പറഞ്ഞിട്ട് തപ്പി. പക്ഷേ എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല കേട്ടോ, ഒന്നും തന്നെ കിട്ടിയില്ലേ. അങ്ങനെ ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു എൻ്റെ സ്വന്തം ഡിസൈനും എൻ്റെ സ്വന്തം പാറ്റേണാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേറെ പുറത്തുനിന്ന് റെഫറൻസ് ഇല്ല. ഫ്രോക്കിൻ്റെ മോഡൽ, അതായത് ഫ്രോക്കിൻ്റെ ഡിസൈൻ ഞാൻ റെഫറൻസ് എടുത്തിട്ടുണ്ട്, ഇങ്ങനൊരു ഫ്രോക്ക് മതി എന്നുള്ളത്. അതല്ലാതെ ഈ ഒരു വിഷു ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഡയറക്റ്റ് റെഫറൻസ് എവിടെ നിന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ റെഫറൻസ് പ്രകാരം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലൊരു ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റ് ആയിട്ടുള്ള ഒരു എയർലൈൻ ആയിട്ടുള്ള ഫ്രോക്കാണ്. അപ്പം ബാക്ക് പാർട്ട് സിംഗിൾ പീസിലും ഫ്രണ്ട് പാർട്ട് ഒരു യോക്കും താഴെ സ്കേർട്ടും വരുന്ന പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. താങ്ക്സ് എലോട്ട് സൂര്യ, നമ്മുടെ യൂട്യൂബിൽ മുല്ലക്കൽ ടൈലർ ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ റൺ ചെയ്യുന്ന കുട്ടീൻ്റെ സൂര്യ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഹസിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്ന ഒരു ഹാക്കായിരുന്നു കേട്ടോ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിക്കുക എന്നുള്ളത്. ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമലി കോട്ടണിൽ എനിക്ക് വലിയ പ്രശ്നം വരാറില്ല, പക്ഷേ ഈ ജോർജറ്റ്, ഈ പിടിച്ചാൽ കിട്ടാത്ത തുണികൾ, പിന്നെ കുട്ടികളെ നെറ്റ് വർക്കുള്ള ഫ്രോക്കൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല പണിയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒട്ടിക്കുന്ന സമയത്തും തുന്നുന്ന സമയത്തും ഒക്കെ ഞാനിങ്ങനെ സൂര്യനെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഓർത്തുകൊണ്ടിരുന്നു കേട്ടോ. താങ്ക്സ് അലോട്ട് സൂര്യ. ഞാൻ സൂര്യയെ ഡയറക്റ്റ് ഞാനത് വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അത്ര നല്ലൊരു ഹാക്കാണ്, നിങ്ങൾ യൂസ് ചെയ്തോളൂ. തയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, ഇറ്റ്സ് സോ ഈസി. ആ ഒരു ഹസലില്ലാതെ നമുക്ക് തുന്നാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിത്
സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ അല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെ ഇത്ര കട്ട് ചെയ്യണം അതൊന്നും ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ വേറെയാണല്ലോ. പിന്നെ നിങ്ങൾക്കൊരു വിധം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളോടിപ്പോൾ നെക്ക് ഇത്ര ഇറക്കണം, നെക്ക് ഇത്ര ഇറക്കുമ്പോൾ ഷോൾഡർ ഇത്രയാണ് വേണ്ടത്, ഇങ്ങനെയൊന്നും പറഞ്ഞു തരാത്തത് ഒന്നാമത്തെ കാര്യം ഇത് അങ്ങനത്തെ ഒരു വീഡിയോ അല്ല. രണ്ടാമത്തെ കാര്യം ഞാനത് പറഞ്ഞു തരാൻ മാത്രം അറിവുള്ള ഒരാളാണെന്നുള്ള ഫീൽ എനിക്കില്ല. എനിക്ക് സെൽഫ് ഡൗട്ടാണ്, എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അപ്പോൾ അത് നിങ്ങളെവിടെ നിന്നാന്ന് വെച്ചാൽ എന്താണ് പറയുക, സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും നല്ല ചാനൽസ്, സൂര്യയുടെ ചാനൽ നോക്കിയോളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ആധികാരികമായിട്ട് കാര്യകാരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുട്ടിയാണ്. സംസാരിച്ച് സൂര്യ ഞാനായിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ ഞാൻ അതിൻ്റെ സ്കേർട്ട് പാർട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ലൈനിങ് ഇങ്ങനെ സിംഗിൾ പീസായിട്ട് ചെയ്യാമെന്നുള്ള കണക്കിന് ലൈനിങ് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഫ്രണ്ടിലൊരു ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റ് കൊടുത്താലോ എന്നുള്ളൊരു ഐഡിയ വന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈനിങ്ങിൽ അഡീഷണൽ ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ ഫ്രണ്ടിൽ എക്സ്ട്രാ ഇട്ടിട്ട്, അതായത് ആ സെൻറ്റർ ഭാഗത്ത് പ്ലീറ്റ് കൊടുക്കുന്ന ഭാഗത്ത് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ കട്ട് ചെയ്ത് പോയത് കൊണ്ട് ഞാൻ സെൻറ്ററിൽ വെക്കാനുള്ളൊരു പീസ് വേറെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണേ. അപ്പം വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾക്ക് ഒപ്പിച്ചായിരിക്കില്ല ചിലപ്പോൾ ഞാൻ സംസാരിച്ച് പോകുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ എന്താ പറയുക, ഇതിങ്ങനെ ഒട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ എന്തെങ്കിലും കൂടെ സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പും കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അധികം സ്പീഡാക്കാത്തത് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഈ ഡ്രസ്സ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അതിലേക്ക് ഇടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് കസ്റ്റമർ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ സ്വന്തം അല്ലെങ്കിൽ ഭയങ്കര ഞാൻ പറയില്ലേ ക്ലോസ് ടു മൈ ഹാർട്ട് എന്നുള്ള പോലത്തെ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇഷാനി എന്നാണ് കുട്ടിയുടെ പേര്. ഇഷാനീനെയാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഏറ്റവും ചെറിയ കുട്ടി ഇഷാനിയുണ്ട്. എനിക്കാണെങ്കിൽ കുഞ്ഞു കുട്ടികളെ എടുക്കാൻ ഭയങ്കര പേടിയാണ്, ഞാൻ എടുക്കാറേയില്ല. അപ്പോൾ എൻ്റെ റൂംമേറ്റായിരുന്നു ഇഷാനിയുടെ അമ്മ രേഷ്മ. അപ്പോൾ ഇവൾക്ക് കുട്ടി ഉണ്ടായ സമയത്ത് കുട്ടീനെ കാണാൻ പോയിട്ട് ഞാനിങ്ങനെ ഇരുന്നിട്ട് എൻ്റെ മടിയിൽ ഇങ്ങനെ ഇഷാനീനെ വെച്ച് തന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടീനെ ഫസ്റ്റ് ടൈം ഒരു കുഞ്ഞ് ജീവനെ നമ്മൾ കയ്യിലെടുക്കുമ്പോഴത്തെ ആ ഒരു ഫീല് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കുട്ടിയാണ് ഇഷാനി. അന്ന് ഞാൻ മടിയിൽ എനിക്ക് വെച്ച് തന്നു. ഞാനിങ്ങനെ എന്തോ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ഇപ്പോഴും എനിക്ക് എൻ്റെ ആ ഒരു ഫീല് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ അടുത്ത് അത്ര സ്നേഹമുള്ള കുട്ടിയാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും അവൾക്ക് ചെയ്യുമ്പോൾ, അവളാണ് എൻ്റെ ഫസ്റ്റത്തെ മോഡൽ. അവൾ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ അവൾക്ക് ഡ്രസ്സ് അപ്പോഴൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രേഷ്മ പറയുന്നതിനേക്കാളും ഒരു 2 സ്റ്റെപ്പും കൂടി എഹെഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഭയങ്കര ഭംഗിയായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ നമുക്കതിലുള്ള ഇൻട്രസ്റ്റും ഇൻവോൾവ്മെൻറ്റും ആണ് കേട്ടോ. അതങ്ങനെ ഇപ്പോൾ എല്ലാ നാട്ടുകാരോടും നമുക്കങ്ങനെ ഇൻട്രസ്റ്റും ഇൻവോൾവ്മെൻറ്റും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ ഉള്ള ഒരാൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേയും കൂടെ അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ ആയിട്ട് പറ്റുമെന്നുള്ളതാണ്. അതെ, ഇപ്പോൾ ഞാൻ ആ ഒരു സെൻറ്റർ പീസ് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 7 ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം. ദെൻ ആ ഒരു 7 ഇഞ്ചിൻ്റെ പീസ് നമുക്ക് ലൈനിങ്ങിലും കട്ട് ചെയ്യണം, മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്യണം കേട്ടോ. 7 ഇഞ്ച് എന്ന് പറയുന്നത് ഞാൻ വീതിയാണ്, 19.5 ഇഞ്ചാണ് എനിക്ക് ലെങ്ത് വേണ്ടത്. അതായത് ആ ഒരു സ്കേർട്ട് പോർഷൻ, ഫ്രണ്ടിലെ സ്കേർട്ട് പോർഷൻ മാത്രമായിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്തുല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത് പറയുന്നത് 19.5 അപ്പോൾ ആ 19.5 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് അഡീഷണൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ചില സംഗതികൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പറ്റും, ചിലത് സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ആ ഒരു പീസ്, ഫ്രണ്ടിലെ പീസ് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ നടുക്കാണ് നമുക്ക് ഈ ഒരു 7 ഇഞ്ചിൻ്റെ പീസ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഉള്ളിലേക്ക് പ്ലീറ്റായിട്ട് എടുക്കണം. അപ്പം ഞാൻ
ഒരു കണിക്കൊന്നയുടെ ബഞ്ച് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ, അതായത് ഒരു കണിക്കൊന്നയുടെ ബഞ്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ ചെയ്യാനാണ് കേട്ടോ വിചാരിക്കണേ. എനിക്ക് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്, എനിക്കൊരു യൂഷ്വൽ സാധനം വേണ്ട, ഒരു ക്ലീഷേ സാധനം വേണ്ട. നമ്മൾ ഈ വിഷുവൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കടകളുടെ മുന്നിലും ഉണ്ടാവും കുറേ കുട്ടികളുടെ ഡ്രസ്സ്, വലിയവരുടെ ഡ്രസ്സ്, അതൊക്കെ. അതിലൊക്കെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന കണിക്കൊന്ന പൂങ്കുലകൾ കണ്ട് 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 മടുത്തു പോയിരിക്കുന്നു. അതുകൊണ്ട് അത് വേണ്ടാന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മളിതാ ഈ ഒരു ജോയിനിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, യോക്കും ഫ്രണ്ട് പാർട്ടിലെ യോക്കും അതിൻ്റെ താഴത്തെ പോർഷനും ജോയിനിങ് വരുന്നിടത്ത് ഇങ്ങനെ ഈ കര വെച്ചിട്ട് ഒരു ബാൻഡ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നിൽ നമ്മൾ ടൈ ചെയ്യാനായിട്ട് വള്ളിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീതി നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാൻ വെച്ചു. അപ്പം ഞാൻ ആ ഒരു കണിക്കൊന്നയുടെ ബഞ്ച് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു OHP ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ OHP ഷീറ്റ് വെച്ചതാണ്. അത് തന്നെ വയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടാലും ന്യൂസ് പേപ്പർ ഇടണേക്കാൾ നല്ലതൊരു പ്ലാസ്റ്റിക്കിൻ്റെ, നമ്മളെന്തെങ്കിലും മേടിക്കുമ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വരുന്ന കവറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. ന്യൂസ് പേപ്പർ ഇടുമ്പോൾ ചിലപ്പോൾ ഈ പേപ്പറും ന്യൂസ് പേപ്പറും കൂടിയിട്ട് അങ്ങ് ഒട്ടും തുണിയിലേക്ക്, പിന്നെ അത് വറയ്ക്കാനും മാന്തിക്കളയാനൊക്കെ നിൽക്കണം. അത് വേണ്ട. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഡിസൈന് വേണ്ടിയിട്ട് പ്രീ ഡ്രോയിങ് ചെയ്തിട്ടില്ല കേട്ടോ. നേരിട്ട് ബ്രഷ് വെച്ചിട്ട് പൂവിൻ്റെ ഷേപ്പിലേക്ക് സ്ട്രോക്സ് കൊടുത്ത് അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യാനുള്ള ട്രയലായിട്ടാണ് ഞാൻ മുന്നേ ഒരു നമുക്കും കണിക്കൊന്ന വരയ്ക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് ഈ ഒരു ഡ്രസ്സിലേക്കുള്ള ഒരു ഹോംവർക്കായിട്ട് ചെയ്തതാണ്. എനിക്ക് ആ വീഡിയോയ്ക്ക് കുറേ പേര് കണ്ടിരുന്നു, കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു. എനിവേ നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൽ ഒരുപാട് കളേഴ്സൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഡീഷണൽ തുണി എപ്പോഴും വാങ്ങും. അതിങ്ങനെ ഒരു സേഫ് സൈഡ് നോക്കിയിട്ട് മേടിക്കുന്നതാണ്. നമ്മൾ കറക്റ്റ് ഈ ഒരു പെയിൻറ്റിങ് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു പ്രീ ഡ്രോയിങ് വരെ ഇല്ലാതെ നമ്മൾ വരച്ച് പോകുന്നതാണ്. എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് പിന്നെ വീണ്ടും കടയിൽ പോയിട്ട് തുണി എടുത്തിട്ട് വന്നിട്ട് പിന്നെ സ്റ്റിച്ച് അതിനൊന്നുള്ള സമയം ഉണ്ടാവില്ല, സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് അഡീഷണൽ ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വരയ്ക്കുന്നുണ്ട്. ഒരു 3-4 കളറേ ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് കളർ ഇൻകോപ്പറേറ്റ് ചെയ്ത് അങ്ങനെ എന്താ പറയുക, ഭയങ്കരമാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. വലിയ കുളമാവാതെ നന്നായിട്ട് തന്നെ കിട്ടണം എന്നുള്ള രീതിക്ക് ചെയ്യുന്നുണ്ട്. ഒരു വൈറ്റ് ചെറിയ ചെറിയ സ്ട്രോക്ക് ലൈൻസ് വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സാപ്പ് ഗ്രീൻ ഷെയ്ഡും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, കാണുമ്പോൾ നമുക്ക് തോന്നണം ഇത് കണിക്കൊന്നയാണെന്നുള്ളത്. അതാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ആവശ്യം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ വളരെ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുക എന്നുള്ളതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതായത് ബൈ പ്രാക്ടീസ് നമുക്കത് നടക്കും. ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യവും നടക്കും കേട്ടോ. പിന്നെ ഈ ഡ്രോയിങ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മറ്റേ മഹേഷിൻ്റെ പ്രതികാരം സിനിമയിൽ പറയില്ലേ, ഫോട്ടോഗ്രാഫി പഠിക്കാനേ പറ്റുള്ളൂ, പഠിപ്പിക്കാൻ പറ്റില്ല എന്ന്. അതേപോലെയാണ് കുറേ കാര്യങ്ങൾ. നമുക്കാണെങ്കിലും, നമുക്ക് വേറൊരാൾക്കാണെങ്കിലും, വേറെ ആൾക്കാർക്ക് നമുക്കാണെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു തന്ന് പഠിപ്പിക്കാനായിട്ട് പറ്റാത്ത സംഗതികളുണ്ട്. അതിൽ ഒരു ഐറ്റമാണ് ഈ ഡ്രോയിങ്, പെയിൻറ്റിങ്. അതൊക്കെ ഈവൻ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്കതിൻ്റെ ഒരു മെത്തേഡ് നമുക്ക് പറഞ്ഞു തരാമെന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ എത്ര ഭയങ്കര അടിപൊളിയായിട്ടുള്ള കോച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, ടീച്ചേഴ്സിന് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ആ പ്രോപ്പർ മെത്തേഡ്സ്, ഇന്ന മെത്തേഡ്സ് ഫോളോ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. പ്രാക്ടീസ് ആര് ചെയ്യണം? നമ്മൾ തന്നെ ചെയ്യണം. അതിലേക്ക് ഒരു ഷോർട്ട് കട്ടും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആഫ്റ്റർ ഓൾ എത്ര വലിയ യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞാലും, എത്ര വലിയ കാലിബറുള്ള ടീച്ചറിൻ്റെ അടുത്ത് ആണ് കോച്ചിങ്ങിന് പോകുന്നത് എന്ന് പറഞ്ഞാലും അത് 50% ആണ്. ബാക്കി 50% നമ്മളിടുന്ന എഫേർട്ടാണ് കേട്ടോ. അതെന്താണെങ്കിലും അങ്ങനെയാണെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നണേ എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ പറഞ്ഞ്
കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ കണിക്കൊന്നയുടെ ഈ ഒരു പാർട്ടിലെ, അതായത് നമ്മൾ ഈ ഒളിപ്പിച്ച് വെക്കാൻ പോകുന്ന സെൻറ്റർ പാർട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ വൈകുന്നേരമാണ് ഇതിരുന്ന് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഫസ്റ്റ് സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ എന്താ പറയുക, പൂ പോലെ എന്ന് പറയില്ലേ, അത്ര നിസാരമായിട്ടാണ്, ഒരു ഹസലില്ലാതെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം നമ്മളത് ഒട്ടിച്ച് വെച്ചിരുന്നത് കൊണ്ട് കേട്ടോ. താങ്ക്സ് ടു സൂര്യ. അങ്ങനെ ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നെക്കും അതൊക്കെ ക്യാൻവാസ് ഓൾറെഡി കട്ട് ചെയ്ത് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ലൈറ്റ് എത്രത്തോളം നന്നായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ട്. രാത്രിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാ ഭാഗങ്ങളും എടുത്തിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ടിലെ നെക്കാണ് ഈ സ്ക്വയർ പീസായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു യു കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നെക്കിൻ്റെ ഒരു സ്ട്രെയിറ്റ് ഒരു കട്ടും കൂടി ഉണ്ട് കേട്ടോ. ആ ഒരു യുവിൽ ഫ്രണ്ടിലൊരു കട്ട് വരുന്ന രീതിയിലാണ് നെക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ബ്രിഡ്ജ് വെച്ചിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. അതായത് നെക്കിൻ്റെ മേലത്തറ്റത്ത് ആ ഒരു ക്യാൻവാസ് കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നത് കണ്ടോ. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കപ്പോൾ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാൻവാസ് അങ്ങ് തുണിയിലോട്ട് വെച്ച് അയൺ ചെയ്യുമ്പോൾ നെക്കിൻ്റെ വിട്ട് മാറി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറേ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്രോസ് പീസൊക്കെ ജോയിൻ ചെയ്യണം. എനിക്ക് ഇതിനകത്ത് ക്രോസ് പീസ് ആക്ച്വലി ആവശ്യം വരുന്നത് സ്ലീവ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ള, അതായത് ആം ഹോൾ ഫിനിഷ് ചെയ്യാൻ, സ്ലീവല്ല സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സാണത്. ആം ഹോൾ ഫിനിഷ് ചെയ്യാനാണ്. അതൊരു 1.25 ഇഞ്ചിൻ്റെ ക്രോസ് പീസസാണ് ഞാൻ വെട്ടി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഡ്രസ്സ് മാക്സിമം ഫിനിഷിങ്ങിൽ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, മാക്സിമം കംഫർട്ടബിൾ ആവുന്ന പോലെ. അതുകൊണ്ട് ഡ്രസ്സിൻ്റെ ഉള്ളിൽ മൊത്തം ക്രോസ് പീസ് അല്ലെങ്കിൽ ഈ ബയാസ് പീസ് വെച്ചിട്ടുള്ള ഫിനിഷിംഗ് ആണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് ലോക്ക് ചെയ്യാം. എൻ്റെ അടുത്ത് ലോക്കിംഗ് മെഷീൻ ഇല്ല. ലോക്കിംഗ് ചെയ്താൽ നല്ലതാണ്. പക്ഷേ ഞാൻ ഈ ഇങ്ങനെ കുത്തി തറയ്ക്കുന്ന തുണികളൊക്കെ ആണെങ്കിൽ, കുട്ടികളുടെ ഉടുപ്പൊക്കെ ആണെങ്കിൽ, ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ട് ഒരു ബയസ് ഫിനിഷിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് എപ്പോഴും സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത്. നമ്മുടെ ലോക്ക് ചെയ്യാന്നുള്ളത്, ലോക്ക് ചെയ്യണത് മോശമെന്നല്ല, ലോക്ക് ചെയ്യണത് വളരെ നല്ലതാണ്. എൻ്റെ അടുത്ത് ലോക്കിംഗ് മെഷീൻ ഇല്ല. ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇത് ഫിനിഷ് ചെയ്യുക ഇങ്ങനെ ബയർ സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുക കേട്ടോ. കോട്ടണൊക്കെ ആണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ചില തുണികൾ ഇങ്ങനെ കുറച്ചൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന തുണികളാണെങ്കിൽ ആ ലോക്കിംഗ് കൊണ്ട് അത്ര മെച്ചം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ബയസ് പീസ് വെച്ചിട്ട് ഉൾഭാഗം ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ, കാണിക്കാം. ഇപ്പം ഞാൻ ഈ ബാൻഡ് ഈ ഒരു വീതിയിലാണ് കൊടുത്തിട്ടുള്ളത്, ആ ഒരു യോക്കിൻ്റെ പോർഷനിൽ. പിന്നീട് ഞാനത് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത്ര വേണ്ട, അത് ഇത്തിരി കൂടുതലല്ലേ എന്ന്. ഏട്ടൻ വന്നപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചു, നോക്ക് ഇത് കുറയ്ക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞു അത് ഒരു 3/4 ഇഞ്ചിൽ ആക്കിക്കോളോ എന്ന് പറഞ്ഞു. വീട്ടിനപ്പം ഞാനെപ്പോഴും അവർക്കതിനോട് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് അറിയില്ല. എന്നാൽ പോലും ഞാൻ ഓരോന്ന്, ഏട്ടാ ഇത് നോക്കൂ, ഇതെങ്ങനെയുണ്ട്, ഇതൊന്ന് കുറയ്ക്കണോ, അല്ലെങ്കിൽ ഇത് നന്നായിട്ടുണ്ടോ, അങ്ങനെ ചോദിച്ച് ഇപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് ഇത്തിരിയും കൂടെ, അപ്പോൾ ഞാനത് എടുക്കാറുണ്ട്. ചോദിച്ച് നമുക്ക് ഒപ്പീനിയൻ ചോദിക്കാൻ വേറെ അധികം ആളുകളില്ലല്ലോ കാണിച്ചിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ചോദിച്ച് ഇത് വീതി കൂടുതലാണെന്നുള്ള പോലെ തോന്നിയത് കൊണ്ട് ഞാനത് കുറച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണത് ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് നമുക്ക് ഒരു സ്കാലപ്പ്, ഫ്രണ്ടിൽ സ്കാലപ്പ് കൊടുക്കാനുണ്ട്. ബാക്ക് പാർട്ടിൽ നമ്മൾ അടിച്ച് മറിച്ച് എടുത്തിട്ട് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. മടക്കി അടിച്ചിട്ട്, അതായത് ഒരു 1/2 ഇഞ്ചിൽ ആദ്യം മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കി തയ്ക്കുന്ന യൂഷ്വൽ മടക്കി തയ്ക്കൽ ഞാനിതിൽ കൊടുക്കണില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കിത് മാക്സിമം ഫിനിഷിങ്ങിലാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്യൂസിങ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മീഷോന്ന് കുറേ നാളായിട്ട് ഫ്യൂസിങ് ടേപ്പ് മേടിച്ചിട്ട് അവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ടിൽ ആ ഒരു 4 ഇഞ്ചിൽ ഒരു വേറൊരു ലൈനിങ് ക്ലോത്ത് തന്നെ എടുത്ത് അടിച്ചിട്ട് അതിങ്ങനെ മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ സ്കാലപ്പ് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്യാം. ഇത് ചെയ്യാതെ സ്കാലപ്പ് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ആ ഒരു റോ എഡ്ജിലോട്ട് തന്നെ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇങ്ങനെ ഫ്രണ്ട് പാർട്ടിൽ ഇങ്ങനെ ചെയ്യണമെന്ന്
ഒരു നിർബന്ധവുമില്ല. ഈ ഒരു ഫ്യൂസിങ് ടൈപ്പ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. എനിക്ക് ഇത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നെങ്കിൽ ആ ഹെമ്മിങ് ചെയ്യുന്ന പരിപാടിയും കൂടി നമുക്ക് ഒഴിവാക്കാം. പക്ഷെ അത് അത്ര അടിപൊളിയല്ല. ചിലപ്പോൾ ഒരു 4-5 വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിട്ട് പോരും കേട്ടോ, തുണിയിൽ നിന്ന് വിട്ട് പോരും. അപ്പോൾ ഇപ്പം നമുക്ക് ഹെം ചെയ്യുമ്പോൾ അത് നീറ്റായിട്ട് നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ ഫാബ്രിക് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തെടുത്തില്ലേ, ആ ഒരു എഫക്റ്റാണ് നമ്മളിത് മടക്കി ഇങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ ഈ അടിഭാഗം എന്ത് നീറ്റായിട്ട് വന്നു നോക്കൂ. അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിൽ ഞാൻ അങ്ങനെ ചെയ്തു. ഇത് ഫ്രണ്ടിൽ കൊടുക്കാനുള്ള സ്കാലപ്പ് ഈ ഒരു കസവിൻ്റെ പീസ് ഉണ്ടല്ലോ അതൊന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും വൃത്തികേടില്ലാത്ത പോലെ ഒരു റോ എഡ്ജും എവിടെയും കാണാത്ത പോലെ ഈ ഒരു രീതിക്കാണ് ഞാനിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്തും ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്തും ഈക്വലായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ആ ഒരു യോക്കും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് തയ്യൽ തുമ്പ് പോയല്ലോ. ആ തയ്യൽ തുമ്പ് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് ഓട്ടോമാറ്റിക്കലി കുറയും. നമ്മൾ അഡീഷണൽ ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇട്ടിരുന്നില്ലാത്തത് കൊണ്ട് അത് ഈ സ്കാലപ്പ് വരുമ്പോൾ അതിനകത്ത് അത് ബാലൻസ് ആവും കേട്ടോ. അപ്പോൾ സ്കാലപ്പ് ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. സ്കാലപ്പ് മാർക്ക് ചെയ്ത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ഇത്തിരി പണിയുള്ള കാര്യമാണ്. കുറച്ചധികം സമയം പിടിക്കും. നിങ്ങൾക്ക് വേഗം തയ്ക്കാൻ പറ്റില്ല. പതുക്കെ തുന്നാൻ പറ്റുള്ളൂ ഈ ഒരു യു ഷേപ്പ്. അപ്പോൾ ഈ യു ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡിൽ ഒരു 1 ഇഞ്ചിൻ്റെ സ്കാലപ്പ് അത് മാർക്ക് ചെയ്തെടുത്ത് കാർഡ്ബോർഡിൽ കട്ട് ചെയ്തതിന് ശേഷം തുണിയിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ആ സ്കാലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് അതത്ര നീറ്റായിട്ട് വന്നിട്ടുള്ളത്. എനിക്കിങ്ങനെ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പറയും ഒരു ASMR വീഡിയോസ് എന്നൊക്കെ, അതുപോലെ ഒരു ASMR എഫക്റ്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മളൊരു അയൺ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹെം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ നമ്മളൊരു വർക്ക് ചെയ്യാനിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിവാർഡ്സ്, ഇമോഷണലി ഒരു റിവാർഡ് കിട്ടുന്ന പോലെയുണ്ട് ഒരു സന്തോഷം. അങ്ങനെ അപ്പോൾ ഞാൻ ഒറ്റ ലൈൻ ഇട്ടിട്ടാണ്, അതായത് ഒരേ ഒരു ലൈൻ ത്രെഡ് ഇട്ടിട്ടാണ് നെക്കിൻ്റെ ഈ ഒരു ഭാഗം, ഫ്രണ്ടിലെ ഭാഗമാണിത്. ഇത് ലൈനിങ്ങിലോട്ട് മാത്രമേ ഞാൻ സൂചി കൊള്ളിക്കുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ടിലും കൂടെ കാണാൻ ഭാഗത്തിന് തുന്നുന്നില്ലേ, ലൈനിങ്ങിലേക്ക് മാത്രം ചേർത്ത് വെച്ചിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ ക്ലോത്തിലേക്കും കൂടെ ഒരു തുന്നൽ വീണാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം കേട്ടോ. അതിനൊന്നും പ്രശ്നമില്ല. ആഫ്റ്റർ ഓൾ നമ്മളുടെ ഉദ്ദേശ്യം അല്ലെങ്കിൽ ആവശ്യം എന്നുള്ളത് ഫിനിഷിങ് അടിപൊളിയായിരിക്കണം, ഫിറ്റിങ് അടിപൊളിയായിരിക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു സാധനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, അതിപ്പോൾ ആർക്കുള്ളതോ ആവട്ടെ, നമ്മുടെ കുട്ടിക്കുള്ളതോ പുറത്തേക്കുള്ളതോ നമ്മുടെ ആർക്കുള്ളതോ ആയിക്കോട്ടെ, അത് കാണുമ്പോൾ ഒരു ഒരു സാധനത്തിൻ്റെ ഫീൽ ഉണ്ടാവരുത്. ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇത് കഴിയുമ്പോൾ അങ്ങനെ ഒരു ലോക്കലായിട്ട് ഫീൽ ചെയ്യരുത് എന്നുള്ളത്. അതിനുള്ള എല്ലാ പണി ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, ഇവിടെ ഞാൻ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെൻറ്റർ പാർട്ട് ജോയിൻ ചെയ്തിരിക്കുന്നതൊക്കെ ക്രോസ് പീസിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സൈഡ് ക്രോസ് പീസിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വേസ്റ്റുള്ള ബാൻഡിൻ്റെ വീതി ഞാനൊരു 3/4 ഇഞ്ചിലേക്ക് കുറച്ചു കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പെയിൻറ്റിങ്സ് ചെയ്യണം. നമ്മളിപ്പോൾ സെൻറ്ററിലെ പോർഷനിൽ മാത്രമല്ലേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ താഴെ കുറച്ച് സ്പ്രെഡിങ്സ് കൊടുക്കണം. ഫ്രണ്ടിൽ ഞാൻ വിചാരിക്കുന്നത് ഒരൊറ്റ ഫ്ലവർ കൊടുത്തിട്ട് നെക്കിൽ ചെറിയൊരു ബീഡ് വർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ അതൊരു മിനിമലായിട്ടിരിക്കും, അതേ സമയം എലിഗൻ്റായിട്ടിരിക്കും. ഒരു യൂഷ്വൽ എപ്പോഴും കാണുന്ന ഒരു സാധനത്തിൽ നിന്ന് ഒരു ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു പെയിൻറ്റിങ്ങും കൂടെ കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായി ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഹാങ്ങറിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഒരു ബീഡ് വർക്ക് ചെയ്യണം. താഴത്തെ പോർഷനൊന്ന് ഹെം ചെയ്ത് കൊടുക്കാണ്ട് അങ്ങനത്തെ ചില്ലറ പണികളാണുള്ളത്. അത് ഓവർനൈറ്റ് അവിടെ കിടക്കട്ടെ. ഇതാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു ഫ്രണ്ടിൽ നമ്മൾ ഒറ്റ ഫ്ലവർ ചെയ്തു, അതിൻ്റെ താഴെ ആ കസവിൻ്റെ ലൈനിൽ ഒരു കുഞ്ഞ് ഗ്രീൻ ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ സ്കാലപ്പ് കണ്ടോ, അത് നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ഫിനിഷിങ്ങിൽ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ച
കണിക്കൊന്നയുടെ ഒരു ബഞ്ചുണ്ട്. ഇത് നടക്കുമ്പോൾ മൊത്തമായിട്ട് കാണില്ലായിരിക്കും കേട്ടോ, പക്ഷെ ഒരു സീക്രട്ട് സർപ്രൈസ് എന്നുള്ള പോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഗതിയായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഞാൻ കുറച്ച് ബീഡ്സ് തുന്നി കൊടുക്കാൻ പോവാണ്. ബീഡിങ് നീഡിൽ എടുത്തിട്ടുണ്ട് വലുത്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്യൂട്ടാവും ഞാൻ വാങ്ങിച്ചതിൻ്റെ പിക്ചർ എന്താണ് ഒരു പീസ് മുന്നിൽ കാണിച്ചിരുന്നല്ലോ, ഫ്രണ്ടിൽ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ആ കട്ട് ബീഡ്സും ഇതൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ സ്പ്രെഡ് എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ ഹാൻഡ് പെയിൻ്റാണ് ചെയ്തത്. അപ്പോൾ അതിനെ സപ്രസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ബീഡ് വർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് മാത്രം ആണ് വർക്ക് കൊടുക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാൻഡ് ചെയ്തിട്ടുള്ളതിൽ ഒരു 5 ബീഡ് വെച്ചിട്ട് അതേ 5 ബീഡിൻ്റെ ഗ്യാപ്പിൽ ഞാനിങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ വീണ്ടും 5 ബീഡിൻ്റെ ഗ്രീൻ സ്പ്രെഡ് ആ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ ഒരു വെയിലൊക്കെ അടിക്കുമ്പോൾ ഒരു തിളക്കം, അല്ലെങ്കിൽ നൈറ്റിലാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് നമ്മുടെ ഡ്രസ്സിലേക്ക് വീഴുമ്പോൾ ജസ്റ്റ് ഒരു തിളക്കം, ആ ഒരു തിളക്കത്തിന് വേണ്ടിയിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ടിലുള്ള കണിക്കുന്ന പൂവിൻ്റെ മാത്രം സെൻറ്ററിൽ കുറച്ച് യെല്ലോ കട്ട് ബീഡ്സും ആ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഗ്രീൻ കട്ട് ബീഡ്സും വെച്ചിട്ട് സ്മോൾ ലൈൻ, ആ ഒരു ഫ്ലവറിൻ്റെ ലൈൻ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഹാ, എൻ്റെ ഡെസ്കിലേക്ക് വെയിലടിക്കുമ്പോൾ ഉള്ള ഒരു സൺ കിസ്ഡ് ആയിട്ടുള്ള ക്ലിപ്പാണ് കേട്ടോ അത്. എന്തൊരു ഭംഗിയല്ലേ വെയിലടിക്കുമ്പോൾ ഡ്രസ്സ് ഇങ്ങനെ തിളങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ലിറ്ററലി ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോ എടുക്കലാണ് കേട്ടോ. ഞാനും ഏട്ടനും കൂടെ ഒരു കണിക്കൊന്നയുള്ളൊരു വീടൊക്കെ അന്വേഷിച്ച് തപ്പി പിടിച്ച് പോയി. അവരുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, പൂട്ടിക്കിടക്കായിരുന്നു. ചോദിച്ചിട്ട് എടുക്കാൻ വെച്ചപ്പോൾ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ ആ കണിക്കൊന്ന മരത്തുനിന്ന് കൊളുത്തിയിട്ടിട്ട് ഫോട്ടോ എടുത്തു. ഈ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തു. ഈ ഫോട്ടോയും ക്ലിപ്സൊക്കെ കൂടി ക്ലബ് ചെയ്തിട്ട് ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഡോറിലിങ്ങനെ കണിക്കൊന്നയൊക്കെ കഷ്ടപ്പെട്ട് ഒട്ടിച്ച് ഡ്രസ്സ് ഡബിൾ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചു. ലൈറ്റ് ഇല്ലായിരുന്നത് കൊണ്ടും പിന്നെ ഡ്രസ്സും കണിക്കൊന്നയൊക്കെ വെയിറ്റ് കൂടുതലായിരുന്നത് കൊണ്ടും അത് അത്ര നേരം നിന്നില്ല കേട്ടോ. പെട്ടെന്ന് അതിങ്ങനെ താഴത്തേക്ക് പോന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ എടുത്ത ഫോട്ടോസ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത്ര മാരകമായ എഡിറ്റിംഗ് ഒന്നുമല്ല, എന്നാലും നമ്മളൊരു സാധനം ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ എത്ര പണിയുണ്ടോ അത്രയും പണി തന്നെ അത് ഷോക്കേസ് ചെയ്യാനും കൂടി എടുത്താലാണ് നമുക്കത് മറ്റുള്ളവരിലേക്ക് ഒന്ന് റീച്ച് ആക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എത്രത്തോളം പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്കിത് എത്ര ഇഷ്ടമായിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുക. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ എത്ര കോസ്റ്റ് ചെയ്യും എന്നുള്ളത് അതും നിങ്ങൾ തന്നെ പറയാം കേട്ടോ. ഇപ്പോൾ അടുത്ത പരിപാടി ഇത് പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പാക്ക് ചെയ്ത് ഞാൻ രാവിലെയാണ് ഇപ്പോൾ പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്തിട്ട് നമുക്കിത് ഇന്ന് അയക്കണം കേട്ടോ. ഇന്ന് എത്രാം തീയതിയാണ്? 9-ാം തീയതിയാണ്. അപ്പോൾ ഇതൊരു 10-ാം തീയതി 11-ാം തീയതി ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറ്റണ പോലെയൊക്കെ നന്നായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അയൺ ചെയ്ത് വെച്ചിരുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇഷാനിക്ക് സർപ്രൈസായിട്ട് ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഒരുപാട് സ്നേഹം ബോക്സിലാക്കിയിട്ട് നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്. ചെറിയൊരു സംഗതിയാണ്. ഞാനത് ഇതിൽ ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഈ വീഡിയോ ചിലപ്പോൾ അതിന് മുമ്പേ ഞാൻ ഇടും. അപ്പോൾ അവൾക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതിന് മുന്നേ, ആക്ച്വലി ഇത് ഗിഫ്റ്റ് അല്ല കേട്ടോ, ഇതിനെക്കൊണ്ട് പറഞ്ഞ് രേഷ്മ ചെയ്യിക്കുന്ന വർക്കാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുറേ സ്നേഹമുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല, അവൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ അവൾ കാണട്ടെ. അതിന് മുന്നേ വീഡിയോയിൽ അങ്ങനെ കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളിത് പാക്ക് ചെയ്യണം കേട്ടോ. ഞാൻ എന്താ ഒരു ബോക്സിൻ്റെ മീതെ ആ ബോക്സിൻ്റെ കവറിൽ തന്നെയായിട്ട് ഈ ഒരു പാക്കിംഗ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക ചെയ്ത് കേട്ടോ. മൊത്തത്തിൽ പാക്ക് ചെയ്യില്ല. താഴത്തെ ഇതിൽ സെലോ ടേപ്പ് ഒട്ടിക്കുന്നില്ല ഇപ്പോൾ, കാരണം ഇത് കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് അവർക്ക് ഇതിൻ്റെ കണ്ടൻറ്റ് കാണിക്കണം, എന്നിട്ട് അവർ ഇത് അയക്കാൻ സമ്മതിക്കുള്ളൂ. ഇവിടെ അങ്ങനെയാണ്. നമ്മൾ വല്ല കഞ്ചാവ് കിടത്താണോ എന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ബാലൻസ് പാക്കിംഗ് ഒക്കെ. ഞാനപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുപോവാണ്. അവിടെ നിന്ന് ഇത്രയും വലിയ പാക്കിംഗ് ഒന്നും ചെയ്യാനുള്ളൊരു ചിലപ്പോൾ ആൾക്കാർ കൂടുതലാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്തു കേട്ടോ. ഞാൻ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇത് കൊറിയർ അയക്കാൻ കേട്ടോ. ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ വീഡിയോ എടുക്കാത്തത്. ഇനിയിപ്പോൾ അതിനവർ ചീത്ത പറഞ്ഞാൽ അതും നമ്മൾ കേൾക്കണ്ടേ.
എനിക്ക് എല്ലാ സമയത്തും അങ്ങനെ ചീത്ത കേൾക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ഓഫീസൊന്നും വീഡിയോ എടുത്തില്ല. എനിവേ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. താങ്ക് യു.